ഒരു തൊഴിലാളി ഒരിക്കൽ മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അയാളുടെ കാർ കേടായി. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു കാർ മോട്ടോർ സൈക്കിളാക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നു. ഈ കഥയുടെ സത്യാവസ്ഥ അറിയാൻ ആദം കഥയിലെ അതുപോലത്തെ ഒരു കാറുമായി മരുഭൂമിയിലേക്ക് പോയി. അവിടെ വെച്ച് കാറിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി ഇളക്കി മാറ്റി. പക്ഷേ പ്രധാന ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി. കാറിൻ്റെ എഞ്ചിന് ഏകദേശം 250 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ വെച്ച് അത് മാറ്റുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളാക്കി മാറ്റുമ്പോൾ ഭാരം തുലനം ചെയ്യാൻ എഞ്ചിൻ്റെ ഫ്രെയിമിൻ്റെ നടുവിൽ വയ്ക്കുന്നത് ഏറ്റവും ഉചിതം. ആ സമയത്താണ് ജെയ്മി ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കാറിൻ്റെ 2 ചക്രങ്ങൾ ഊരിയെടുത്ത് ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പിന്നിലുമായി വയ്ക്കാൻ അയാൾ നിർദ്ദേശിച്ചു. അതിനുശേഷം എഞ്ചിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഒരു ചക്രത്തിലേക്ക് നേരിട്ട് ഘടിപ്പിക്കും. അങ്ങനെ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ചക്രവും കറങ്ങും. പക്ഷേ ഇത് എഞ്ചിൻ്റെ കറക്കത്തിന് വിപരീത ദിശയിലാകും. അതായത് കാറിൻ്റെ പിൻഭാഗം ഈ മാറ്റങ്ങൾക്ക് ശേഷം മുൻഭാഗമായി മാറും. ഭാഗ്യത്തിന് ഈ കാർ 1935 മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഘടന വളരെ ലളിതമായിരുന്നു. അതിനാൽ 2 മണിക്കൂറിനുള്ളിൽ അവർ കാർ മോട്ടോർ സൈക്കിളാക്കി മാറ്റാൻ കഴിഞ്ഞു. സ്റ്റിയറിംഗ് വീൽ വീണ്ടും ഘടിപ്പിക്കുകയും സ്റ്റീൽ വയർ ഉപയോഗിച്ച് താൽക്കാലികമായ ഒരു ത്രോട്ടിൽ സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു. ഗിയർ ഷിഫ്റ്റും ബ്രേക്കുകളും എഞ്ചിൻ്റെ അതേ വശത്തായതുകൊണ്ട് ഒരാൾക്ക് മുന്നിലിരുന്ന് വാഹനം നിയന്ത്രിക്കാനും ദിശ നൽകാനും മറ്റൊരാൾക്ക് പിന്നിലിരുന്ന് ഗിയറും ബ്രേക്കും നിയന്ത്രിക്കാനും ഉണ്ടായിരുന്നു. ആദ്യത്തെ പരീക്ഷണ ഓട്ടത്തിൽ ജെയ്മി സ്റ്റിയറിംഗ് നിയന്ത്രിക്കുകയും ആദം പിന്നിലിരുന്ന് ഗിയർ മാറ്റുകയും ചെയ്തു. മോട്ടോർ സൈക്കിൾ ഓടിത്തുടങ്ങിയെങ്കിലും ഭാരം മുഴുവൻ പിന്നിലായതുകൊണ്ട് അതിൻ്റെ ബാലൻസ് നിലനിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 100 മീറ്റർ പോലും ഓടാൻ കഴിഞ്ഞില്ല. അതോടെ ആ കഥ ഒരു കെട്ടുകഥയാണെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ? സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട്